പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, അങ്ങേ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ വചനഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അമ്മ ഏറ്റെടുത്ത് അമ്മയുടെ തിരുപുത്രൻ്റെ സന്നിധിയിൽ എല്ലാ ഹൃദയങ്ങളെയും ചേർത്ത് വയ്ക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ഹൃദയങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് ദിവ്യസ്നേഹം മഹത്വം നൽകി അമ്മയുടെ ജപമാല പിടിച്ച് നമ്മൾ ഒന്നു ചേരുന്ന ദിനങ്ങളാണ് സമാഗതമായിരിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ഈ അമ്മയെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അത് സ്വർഗീയ നിക്ഷേപത്തിൻ്റെ നിറവുകളായി മാറുകയാണ്. പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കും, പരിശുദ്ധ തൃത്വം ആനന്ദിക്കും. വിശുദ്ധ റോമാക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനോട് എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുവാൻ നമുക്ക് സാധ്യമാണോ? അല്ല എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കരുതുക. പക്ഷേ പ്രിയമുള്ളവരെ, യേശുവിനോട് എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുവാൻ നമുക്കൊരു നല്ല വഴിയുണ്ട്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഈശോയുമായി ഒരു വലിയ ഐക്യത്തിലായിരിക്കും. കാരണം യേശുവിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അമ്മയെ എത്രമാത്രം നമ്മൾ മുറുകെ പിടിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ഹൃദയം ചേർക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ദിനങ്ങളൊക്കെ പ്രത്യേകമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ജപമാല എത്തിക്കുക, കൊന്ത എത്തിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് അതെങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കുകയല്ല. നമുക്കറിയാം, ലൂർദിലും ഫാത്തിമായിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി. അവിടെയൊക്കെ ജപമാല പിടിച്ചാണ് അമ്മയെ കാണുക. ഫാത്തിമായിലെ സ്നേഹ സന്ദേശങ്ങൾ ഇത്തരുണത്തിൽ പ്രസക്തമാണ്. കാരണം ഇത് ഫാത്തിമ വർഷം കൂടിയാണ്. 1917 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായതിൻ്റെ ശതാബ്ദി കൊണ്ടാടുകയാണ് നമ്മൾ. അന്ന് അമ്മ എന്താ അരുളി ചെയ്തത്? മക്കളെ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അമ്മ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനകളൊന്നാണ് ജപമാല. എവിടെയും അമ്മ ഉദ്ഘോഷിച്ചു ഈ ജപമാല പ്രാർത്ഥനയുടെ ആവശ്യകത. അമ്മ ആഴമായി പറഞ്ഞു. അന്ന് ഫ്രാൻസിസ് ചോദിച്ചു: അമ്മേ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? അമ്മ എന്താ പറഞ്ഞത്? മക്കളെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, കൂടുതൽ ചൊല്ലണം, ജപമാല ഭക്തിയോടെ അർപ്പിക്കണം. നമുക്കറിയാം, ജപമാലയുടെ പ്രചാരകനായ വിശുദ്ധ ഡോമിനിക്കിന് ജപമാല നൽകിയാണ് അമ്മ പറഞ്ഞത്. 15ഓളം വാഗ്ദാനങ്ങൾ നൽകി. ഞാൻ ആ വാഗ്ദാനങ്ങളിലൂടെ വായിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, എങ്കിലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ആ വാക്കുകൾ. അമ്മ പറഞ്ഞു: ജപമാല ഭക്തിയോടെ ചൊല്ലുന്നവർക്ക് ശക്തമായ കൃപാവരങ്ങൾ ലഭിക്കും. വീണ്ടും അമ്മ പറയുകയാണ്: ജപമാല ഭക്തിയോടെ അർപ്പിക്കുന്ന മക്കളെ ഞാൻ പ്രത്യേകമാം വിധം സംരക്ഷിക്കും. വീണ്ടും അമ്മ പറയുന്നു: നരകത്തിനെതിരായുള്ള ശക്തമായ പടച്ചട്ടയാണ് ജപമാല. അത് തിന്മയെ നശിപ്പിക്കും, അത് പാപം കുറച്ചു കൊണ്ടുവരികയും പാഷണ്ഡതകളെ ഇല്ലാതാക്കുകയും ചെയ്യും. വീണ്ടും അമ്മ പറഞ്ഞു: ജപമാല പ്രാർത്ഥന പുണ്യത്തിൽ തഴച്ചു വളരാൻ നിങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കും. ലോകത്തിൻ്റെയും അതിൻ്റെ വശ്യതകളുടെയും പിടിയിൽ നിന്ന് മനുഷ്യഹൃദയങ്ങളെ മോചിപ്പിക്കും. നിത്യതയെ ലക്ഷ്യം വയ്ക്കുവാൻ ജപമാല പ്രാർത്ഥന സഹായിക്കും. വീണ്ടും അമ്മ പറഞ്ഞു: ശരിയായി ജപമാല ഭക്തി പുലർത്തുന്നവർക്ക് സഭയിലെ കൂദാശകൾ യോഗ്യം സ്വീകരിക്കാതെ അവർ മരിക്കാനിടയാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ ശ്രദ്ധയോടെ ജപമാല അർപ്പിക്കുന്നവർ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല എന്ന്.
വീണ്ടും അമ്മ പറഞ്ഞു, ജപമാല പ്രാർത്ഥന വിശ്വസ്തയോടെ അർപ്പിക്കുന്നവർ ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിൻ്റെ പ്രകാശവും വലിയ കൃപയുടെ സമൃദ്ധിയും അനുഭവിക്കും. മരണസമയത്ത് അവർ വിശുദ്ധരുടെ യോഗ്യതയിൽ പങ്കുചേരും. അതേ പ്രിയമുള്ളവരെ, ജപമാല ഭക്തിയോടെ അർപ്പിക്കുമ്പോൾ അവർ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും അമ്മ പറഞ്ഞു, ഭക്തിയോടെ ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവരെ അനർത്ഥങ്ങൾ കീഴടക്കുകയില്ല. വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, ജപമാല ഭക്തി പുലർത്തുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ രക്ഷിക്കും. അതെ, വിശ്വസ്തരായ ജപമാല ഭക്തർ സ്വർഗത്തിൽ വലിയ മഹത്വം പ്രാപിക്കും. ജപമാല ചൊല്ലി അപേക്ഷിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയില്ല. വീണ്ടും അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ ഞാൻ എപ്പോഴും തുണയായിരിക്കും. വീണ്ടും അമ്മ പറയുന്നു, ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും സ്വർഗീയ ഗണം മുഴുവൻ സഹായത്തിനെത്തും. ജപമാല ചൊല്ലുന്നവർ എൻ്റെ അരുമസുതരും എൻ്റെ പ്രിയപുത്രൻ ഈശോയുടെ സഹോദരരുമായിരിക്കും. അങ്ങനെ 15ഓളം സ്നേഹവാഗ്ദാനങ്ങൾ ഈ ജപമാല പ്രാർത്ഥനയുടെ ധന്യതയിൽ അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെയൊക്കെ അമ്മ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? നിങ്ങൾ ഭക്തിയോടെ ജപമാല അർപ്പിക്കണം, ശ്രദ്ധയോടെ ജപമാല അർപ്പിക്കണം. എന്താ പ്രിയമുള്ളവരെ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാമല്ലോ, ഇത് പരിശുദ്ധ ത്രിത്വത്തിന് അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ ദൈവത്തിന് വീണ്ടും സഭയുടെ ഏറ്റവും ഉറപ്പുള്ള ധന്യമായ പ്രാർത്ഥന വിശ്വാസ പ്രമാണം നമ്മൾ പ്രഘോഷിക്കുകയാണ്. പിന്നെയോ പരിശുദ്ധ ത്രിത്വത്തിന് നമ്മളെ സമർപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ഈശോ പഠിപ്പിച്ച മഹനീയ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ. വീണ്ടും നമ്മൾ തുടരെ തുടരെ ചൊല്ലുന്നു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന. അവിടെ എന്താ പ്രാധാന്യം അർഹിക്കുന്നത്? അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ നമ്മൾ തുടരെ തുടരെ ഈശോ നാമം, രക്ഷാനാമം, സൗഖ്യനാമം, വിശ്വാസത്തിൽ ഉറപ്പു തരുന്ന നാമം നമ്മൾ ഉറച്ച് പ്രഖ്യാപിക്കുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ, അതേ സഹോദരങ്ങളെ, ജപമാല പ്രാർത്ഥന ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയായി മാറുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക് പറഞ്ഞത്, നീ ഒരു നന്മ നിറഞ്ഞ മറിയം ഭക്തിയോടെ ശ്രദ്ധയോടെ അതിൻ്റെ അർത്ഥമറിഞ്ഞ് അർപ്പിക്കുമ്പോൾ സാത്താൻ അലറി വിളിക്കുകയും നരകം നടുങ്ങി വിറയ്ക്കുകയും ചെയ്യും. നമ്മൾ വിശ്വസിക്കുക ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ അർപ്പിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോടൊപ്പം ഈശോയെ നമ്മൾ സ്തുതിച്ചു കൊണ്ടാടുകയാണ്. യേശുനാമം നമ്മൾ പ്രഘോഷിക്കുകയാണ്. ഈ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം തിരിച്ചറിയാത്തതാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൻ്റെ സകല ദുരന്തങ്ങൾക്കും കാരണമെന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം സഭാപിതാക്കന്മാർ ഉച്ചസ്ഥൈര്യം നമ്മളോട് പറഞ്ഞു തന്നു, ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമയോടെ നിലനിൽക്കും. ഈ ജപമാല പ്രാർത്ഥന ഭക്തിയോടെ ശ്രദ്ധയോടെ കൂടി നമ്മൾ അർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ ജപമാല പ്രാർത്ഥന അർപ്പിച്ച് നമ്മൾ ലുത്തിനിയെ അർപ്പിക്കുമ്പോൾ മാലാഖമാരുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, വന്ദകരുടെ രാജ്ഞി, രക്തസാക്ഷികളുടെ രാജ്ഞി, അതെ രാജ്ഞി പദം ഉദ്ഘോഷിച്ച് പ്രഘോഷിച്ച് പരിശുദ്ധ അമ്മയെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ഈ അമ്മ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഓടി അണയുന്നു. സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിത വഴിത്താരകളിലും സമാധാനത്തിൻ്റെ രാജ്ഞി വന്ന് നമ്മളെ ചൂഴ്ന്നു നിൽക്കും, നമ്മളെ ഉണർന്നു പുലുകും. ഈ അമ്മ നമ്മളെ ചേർത്ത് നിർത്തും. പ്രിയമുള്ളവരെ, ഈ അമ്മയെ മറന്നതാണ് ഇന്ന് സമാധാനം അന്യമാകാനുള്ള കാരണം. ഈ ജപമാല പ്രാർത്ഥനയുടെ ധന്യത തിരിച്ചറിയാതെ നമ്മൾ അലസമായി അലക്ഷ്യമായി മറ്റു ലോക വ്യാപാരങ്ങളിൽ മുഴുകിയപ്പോൾ അതേ പ്രിയമുള്ളവരെ, സാത്താൻ കൈയടക്കി നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാനം പിടിച്ചു. സാത്താൻ എന്ത് സംഭവിച്ചു? കുടുംബ തകർച്ചകൾ, ഇതുവരെ കാണാത്ത വിവാഹമോചന കേസുകൾ, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അവിശ്വസ്തമായ ഭാര്യാഭർത്തൃ ജീവിതങ്ങൾ, തകർന്നടിയുന്ന യുവത്വങ്ങളുടെ വഴിവിട്ട പ്രയാണങ്ങൾ, അതെ
ലോകം നാശത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിപതിക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുവാൻ, നശിച്ചു പോകുന്ന മക്കളെ ചേർത്ത് പിടിക്കുവാൻ അമ്മയുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, ഫാത്തിമയിൽ പഠിപ്പിച്ചു, ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ ആത്മാക്കളെ അമ്മേ ചേർത്ത് പിടിക്കണമേ, ഈശോയെ നീ ചേർത്ത് പുലുകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അതേ പ്രിയമുള്ളവരെ, ജപമാല പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചാൽ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ സാത്താനാകില്ല. തെറ്റായ ആശയങ്ങൾക്കാകില്ല, തെറ്റായ പ്രബോധനങ്ങൾക്കാകില്ല. കാരണം സൽബുദ്ധിയുടെ മാതാവായ പരിശുദ്ധ അമ്മ നേർവഴി കാട്ടും. നമുക്ക് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായി ഈ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അമ്മയെ ചേർത്ത് പിടിച്ചാൽ ഈശോയോട് ചേർന്ന് നിൽക്കാനാകും. ഇന്ന് പഴയതുപോലെ ഒരു തീഷ്ണത നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥനാ ചൈതന്യം, പണ്ടുണ്ടായിരുന്ന വലിയ തീഷ്ണത, പണ്ടുണ്ടായിരുന്ന ദൈവസ്നേഹം നിനക്ക് അന്യമായാൽ അതിനർത്ഥം മറ്റൊന്നുമല്ല. നമുക്കന്യമായാൽ അതിന് അർത്ഥം മറ്റൊന്നുമല്ല, അമ്മയിൽ നിന്ന് അകന്നു എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ മാതാവ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥന നമ്മൾ ചേർത്ത് വെക്കണം ഹൃദയത്തിൽ. നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴികളിലും, ഓരോ യാത്രാവേളകളിലും, ഓരോ നിമിഷങ്ങളിലും ഈ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന, ഈ ജപമാല പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്നും താളമായി മാറട്ടെ, വലിയ അനുഗ്രഹമാകട്ടെ, അനുഭവമാകട്ടെ. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് എഴുതിയിരിക്കുകയാ വിശുദ്ധ ഡൊമിനിക്കിനെ കുറിച്ച്. വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല നൽകി അമ്മ പറഞ്ഞു, നീ ജപമാല പ്രഘോഷിക്കണം. എന്താ ജപമാലയുടെ അർത്ഥം? പ്രിയമുള്ള സഹോദരങ്ങളെ, ജപമാല പ്രാർത്ഥന സുവിശേഷ സംഗ്രഹമാണ്. സുവിശേഷം നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന പ്രാർത്ഥനയെ ജപമാല പ്രാർത്ഥന. നമുക്കറിയാം, പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. കാരണം കുർബാന വേളയിൽ നമ്മൾ കാണുന്നത് എന്താ? ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, സംസ്കാരം, ഉത്ഥാനം, ഇതിൻ്റെയൊക്കെ ദിവ്യമായ ആചരണമാണ് പരിശുദ്ധ കുർബാന, ബലിയർപ്പണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ജപമാലയിൽ എന്താ കാണുന്നത്? മംഗളവാർത്ത മുതൽ ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, സംസ്കാരം, ഉത്ഥാനം, അതിൻ്റെ ദിവ്യമഹത്വ നിറവിലേക്ക് ഈ ജപമാല പ്രാർത്ഥന നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ ഏതു പണ്ഡിതനും പാമരനും, അജ്ഞനും വിജ്ഞനും, ഉയർന്നവനും താഴ്ന്നവനും, ഏത് വിവരമില്ലാത്തവനൊക്കെ ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സ്വർഗീയ കൃപയൊഴുകുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഈ ജപമാല പ്രാർത്ഥന എന്നും നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോയോ, അന്നു മുതൽ ഈ അമ്മയിൽ നിന്നും നാം അകന്നുപോയ എന്ന അർത്ഥം. ഈ അമ്മയെ ചേർത്ത് പിടിച്ചാൽ പിന്നെ സ്വർഗം നമുക്ക് സ്വന്തമാണ്. കാരണം പരിശുദ്ധ ത്രിത്വപൂർണ്ണ സ്നേഹത്തിലേക്ക് ഈ അമ്മ നമ്മളെ നയിക്കുന്നു. ഈശോയിലേക്ക് ഈ അമ്മ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ പാപ്പ തൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ? പാപ്പ എന്താ പറഞ്ഞത്? മറിയമേ, നല്ല അമ്മേ, എൻ്റെ ആശ്രയമേ, ഞാൻ മുഴുവൻ അങ്ങയുടേത്, ഞാൻ മുഴുവൻ അമ്മയുടേതാ അമ്മേ എന്ന് ജോൺ പോൾ പാപ്പ ഉച്ചസ്ഥരം പ്രഘോഷിച്ചില്ലേ? ആ മരിയ സ്നേഹം, ആ പാപ്പയുടെ മരിയ സ്നേഹം എത്രയോ ഗാഠമായിരുന്നു. നമുക്കറിയാം, വിശുദ്ധരായ വിശുദ്ധർ മുഴുവൻ അമ്മയെ ചേർന്ന് പുൽകി. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരു കുഞ്ഞായി അവർ എളിമയോടെ വ്യാപരിച്ചു. സകല സുഹൃത പുണ്യങ്ങളും പഠിപ്പിക്കുന്നവൾ ഈ അമ്മയല്ലാതെ പിന്നെ ആരാണ് പ്രിയമുള്ളവരെ? ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ ജീവിതം കൊടുക്കണം. അതെ, പരിശുദ്ധ അമ്മയോട് ചേർന്നാൽ പരിശുദ്ധ ത്രിത്വത്തെ പുലുകാമെന്ന് ജോൺ പോൾ പാപ്പ എന്ന ജ്ഞാനി തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിയമേ, ഞാൻ മുഴുവൻ അങ്ങയുടേതെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. പരിശുദ്ധ ത്രിത്വമേ, ഞാൻ അങ്ങയിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ
പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആലയമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. ആ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിതമായാൽ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്വന്തമായി എന്നർത്ഥം. എൻ്റെ എളിയ അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഗാനരചനാ വേദിയിലാണ് എൻ്റെ ശുശ്രൂഷകൾ. അവിടെ ഞാൻ ഈ ഗാനങ്ങളൊക്കെ കുറിക്കുമ്പോൾ, ഞാൻ പലയിടത്തും പങ്കുവെച്ച കാര്യമാണ്, ഈ ഗാനങ്ങളൊക്കെ കുറിക്കുമ്പോൾ അതിനു മുമ്പായി പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമേ ഞാൻ എൻ്റെ എളിയ ജീവിതത്തിൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മ നയിക്കുന്നത് പരിശുദ്ധ ത്രിത്വ സ്നേഹത്തിലേക്കാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ലഭ്യമായി. അത് എങ്ങനെയാണെന്നല്ലേ? ത്രിത്വത്തിലെ ഒന്നാമത്തെ ആള് പിതാവായ ദൈവമാണല്ലോ, നമുക്കറിയാം. ഈ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുതിയ ഗാനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്ന് ചിന്തിക്കണമേ. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ മാധ്യസ്ഥം തേടി എഴുതിയ ഗാനം എന്താ? ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം. കണ്ടോ, ദൈവത്തെക്കുറിച്ച്. ഇനി വീണ്ടും എഴുതി, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. കണ്ടോ, ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണ് ദൈവം. ഞാൻ ഉറങ്ങാനായി താരാട്ടു പാടുന്നു ദൈവം. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ, എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. കണ്ടോ, അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ച് എഴുതിയ ഗാനങ്ങളെല്ലാം ദൈവത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച്. അപ്പോൾ അമ്മ നയിക്കുന്നത്, പരിശുദ്ധ അമ്മയെ ചേർന്നാൽ അമ്മ നയിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കാണ്. കണ്ടു, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ നമ്മുടെ കർത്താവായ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ചു. കണ്ടോ, അമ്മയെ, ഒരു കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുമ്പോൾ അമ്മ ദൈവത്തിൻ്റെ സ്നേഹമടിയിൽ കാഴ്ചവെക്കും. ഇനി രണ്ടാമത്തെ ആളാരാണ്? രക്ഷകനായ ഈശോ. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഈശോയെക്കുറിച്ച് എഴുതാൻ കഴിഞ്ഞു. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോക വിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കണ്ടോ, ഈശോയെ. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. കണ്ടോ, സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. ഈശോ. കണ്ടോ, ഈശോയിലേക്ക് നയിക്കുന്ന അമ്മ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, രക്ഷകനായ യേശുവിലേക്ക്. മൂന്നാമത്തെ ആളാരാ? പരിശുദ്ധാത്മാവ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയണോ? ഏറ്റവും ലളിതമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഞാനും നിങ്ങളും ഭക്തിയോടെ, ശ്രദ്ധയോടുകൂടി ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് അവർണ്ണനീയമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് അമ്മ ചേർന്ന് നിൽക്കുന്ന മക്കൾ, അമ്മ പഠിപ്പിക്കുന്ന മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയും. ഞാൻ വചനാധിഷ്ഠിതമായ ഉദാഹരണം പറയാം. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എന്താ കാണുന്നത്? സ്നാപകൻ്റെ ആ ജീവിതമാണ് എന്ന് പറയുമ്പോൾ, ഇളയമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സ്നാപകൻ, എലിസബത്തിനെ സന്ദർശിക്കുവാൻ ചെല്ലുന്ന അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിൻ്റെ അരികിലേക്ക് അടുക്കുന്തോറും, എലിസബത്ത് മാത്രമല്ല, എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന സ്നാപകൻ ഈ യോഹന്നാൻ കുതിച്ച് ചാടുകയാ. എന്താ അതിന് കാരണം? അമ്മയുടെ സാമീപ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കും, ഉറപ്പാ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ മറിയം. ഈ നല്ല അമ്മയെ ഞാനും നിങ്ങളും ഉദ്ഘോഷിക്കുമ്പോൾ
അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒഴുക്കുണ്ടാകും പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. പിന്നെ ആ കുഞ്ഞു വളരുന്നു. അവൻ സ്നാപകനായി മരുഭൂമിയിൽ ഒരു അഗ്നിയായി കർത്താവിന് വഴിയൊരുക്കുകയാണ്. ആ സ്നാപകൻ പറഞ്ഞത് എന്താ? ആദ്യം എന്താ പറഞ്ഞത്? മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചൂടും കിട്ടിയ ഒരു കുഞ്ഞ് ആദ്യമായി പറയുന്ന മറ്റൊന്നുമല്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്നാ പറയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അമ്മ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. ഈ ലോകത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച്. ഇനി അമ്മ പഠിപ്പിച്ച മറ്റൊരു കുഞ്ഞുണ്ടല്ലോ, ആരാ? ഈശോ. ഈശോ വിശുദ്ധ ആൻസലമിനോട് പറയുന്നുണ്ട്, 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി 30 വർഷം എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ചെലവഴിച്ചു, അമ്മയിൽ നിന്ന് പഠിച്ചു. അതേ പ്രിയമുള്ളവരെ, ഈശോയെ വളർത്തി, ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തി നമ്മുടെ അമ്മയും യൗസേപ്പിതാവും. ഓർത്തുകൊള്ളുക, ഈ അമ്മ പഠിപ്പിച്ച 2 മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സാമീപ്യം കിട്ടിയ സ്നാപകന്, അല്ല കുഞ്ഞുനാളിലെ സാമീപ്യം കിട്ടിയ സ്നാപക യോഹന്നാൻ, ഒപ്പം ഈശോ. ഈ 2 മക്കളും ജോർദാനിൽ ഒരുമിച്ച് കൂടിയപ്പോഴാ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഓർക്കുക, അമ്മ പഠിപ്പിച്ചു വിടുന്ന മക്കളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകും. അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. പിന്നെ എവിടെയാണ് നമ്മൾ കാണുന്നത്? സെഹിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളോട് ചേർന്നിരുന്നു അവരെ പ്രാർത്ഥിച്ചൊരുക്കി പരിശുദ്ധ അമ്മ. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പുത്തൻ ചൈതന്യത്താൽ സ്ഥൈര്യവും ധൈര്യവും പകർന്ന് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ ധീരരായി ആ മക്കളെ അയക്കുകയെ അമ്മ. ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇനി മറ്റൊന്നിനും സമയമില്ല. നമ്മുടെ ഈ ലോകത്തിലെ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായാനല്ല, മറിച്ച് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വിചാര വികാരങ്ങൾ. ഇനി നമുക്ക് ഇവിടെ നട്ടം തിരിയാനല്ല പ്രിയമുള്ളവരെ, മറിച്ച് ആത്മരക്ഷയും നിത്യജീവനും ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുവാൻ അമ്മ പഠിപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ ഹൃദയസ്പന്ദനം ഏറ്റുവാങ്ങാതെ നിന്റെ വളർച്ച ഒരിക്കലും യേശുവിലേക്ക് ആകില്ല. അമ്മയെ കൂടാതെ വളർന്നാൽ നമ്മുടെ വ്യക്തിത്വം വികലമായി മാറും. നമ്മുടെ ഹൃദയത്തിലെ ശൂന്യതകൾ എന്തൊക്കെ ശൂന്യതകളാ, കുറവുകളാ, അവിടെ തളർന്നിരിക്കരുത്. അമ്മയെ മുറുകെ പിടിക്കുക. സുഹൃതപൂർണമായ വിശുദ്ധിയുടെ പാതയിൽ പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, അമ്മ പരിശുദ്ധ പരമതൃത്വ സ്നേഹത്തിൻ്റെ വിളനിലമാണ്. അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ അതൊരിക്കലും ഈശോയെ കൊച്ചാക്കുകയല്ല, മറിച്ച് ഈശോ ആനന്ദിക്കുകയാ, പരിശുദ്ധ തൃത്വം ആനന്ദിക്കുകയാ. അങ്ങനെ ഭക്തിയോടെ ശ്രദ്ധയോടെ, എങ്ങനെ? ഭക്തിയോടെ ശ്രദ്ധയോടെ അർത്ഥമറിഞ്ഞ് തീഷ്ണതയോടെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അത് ഉറക്കം തൂങ്ങിയല്ല, അത് കോട്ടുവായിട്ടല്ല, അത് അലസമായല്ല, അസ്പഷ്ടമായല്ല, മറിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെ ഹൃദയനിറവോടെ ഈ കൂരമ്പുകൾ സാത്താൻ്റെ മുന്നിലേക്ക് ആഞ്ഞെറിയുന്ന ശക്തമായ പ്രാർത്ഥന, ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് അനുഭവമാകട്ടെ, അലങ്കാരമാകട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ യുവത്വങ്ങൾ, നമ്മുടെ യുവജനങ്ങളെല്ലാം ഈ അമ്മയിൽ ചേർന്ന് നിൽക്കട്ടെ. വിശുദ്ധിയുടെ പാതയിൽ, നന്മയുടെ പാതയിൽ, ബോധജ്ഞാനത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ ഈ അമ്മ നമ്മളെ പഠിപ്പിക്കും. യഥാർത്ഥ രക്ഷയായ യേശുവിലേക്ക് അമ്മ നമ്മളെ നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, അങ്ങേക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സ്നേഹ അർച്ചന നൽകുന്നു. ഈശോ, അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, നന്മ നിറഞ്ഞ മാതാവേ, വിനയത്തിലും വിശുദ്ധിയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും യഥാർത്ഥ വഴിയായ യേശുവിനെ പുലുകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ നാഥേ. തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുവാൻ, തിരുസഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, തിരുസഭാ പ്രബോധനങ്ങൾക്ക് കാതുകൊടുക്കുവാൻ, തിരുസഭ അധികാരത്തിന് വിധേയപ്പെടുവാൻ, തിരുസഭാ രാജ്ഞി, ഞങ്ങളുടെ നല്ല അമ്മേ, ആശ്രയമേ, സങ്കേതമേ, ഞങ്ങൾക്ക് തുണയാകണമേ, ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ.